السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മുടെ ഹിദായത്തുൽ ഹിദായയുടെ 15ാമത് ക്ലാസ് ആദാബുൽ വുദു അതിൻ്റെ ബാക്കി. സുമ്മ ഖുദു ഖുർഫത്തൻ ലിഫമിക, പിന്നീട് വായ കഴുകാൻ വേണ്ടി ഒരു പിടിയെടുക്കുക. ബിഹ, അതുകൊണ്ട് വായ കഴുകുക. വെള്ളത്തിൽ നിന്നൊരു കോരി എടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതുകൊണ്ട് വായ കഴുകുക. സലാസൻ 3 പ്രാവശ്യം ചെയ്യണം. വബാലിഗ ഫീ റദ്ദിൽ മാ ഇലൽ ഗൽസത്തി, വബാലിഗ നീ എത്തിക്കുക, ഫീ റദ്ദിൽ മാ വെള്ളം എത്തിക്കുന്നതിൽ, വെള്ളം ചേർത്തുന്നതിൽ, ഇലൽ ഗൽസത്തി അണ്ണാക്കിൻ്റെ അറ്റം വരെ എന്ന് പറഞ്ഞാൽ വെള്ളം അണ്ണാക്കിൻ്റെ അങ്ങേ അറ്റം വരെ എത്തും വിധം ശക്തമായിരിക്കണം നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത്. കവിളിൽ കൊള്ളുക എന്നൊക്കെ പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇല്ലാന്ന് തക്കൂന സ്വാഇമൻ, നോമ്പുകാരനായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫതറഫഖ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ ചെയ്താൽ മതി. ആ സമയത്ത് നമ്മൾ ദുആർക്കേണ്ടത് ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അലാ തിലാവത്തി കിതാബിക വ കസ്റത്തി ദിക്രി ലക വസബ്ബിത്നി ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. പിന്നീട് സുമ്മ ഖുദ് ഉർഫത്തൻ ലിയംഫിക, പിന്നീട് 3 പ്രാവശ്യം സുമ്മ ഖുദ് ഉർഫത്തൻ ലിയംഫിക, വായ കഴുകാൻ വേണ്ടി, അംഫിക മൂക്ക് കഴുകാൻ വേണ്ടി ഒരു പിടി വെള്ളം എടുക്കുക. വസ്തൻഷിഖ് ബിഹ, അതുകൊണ്ട് വെള്ളം കയറ്റുക. വസ്തൻഷിർ മാഫിൽ അംഫി മിൻ റുതൂബത്തിൻ, പിന്നീട് മൂക്കിൽ പറ്റിക്കിടക്കുന്ന നനവുകളൊക്കെ പുറത്ത് കളയുക. ഇസ്തിൻഷാഖ്, വെള്ളം കയറ്റുമ്പോൾ എന്ത് പറയണം? അല്ലാഹുമ്മ റിഹനി റാഹിയത്തുൽ ജന്നത്തി വഅൻത അന്നി റാദിൻ എന്ന് പറയാം. ഇസ്തിൻഷാരി ചീറ്റുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവാഹിൽ നാരി വസൂഇദ് ദാർ, ഈ ദുആ എന്തേ? ഈ ദുആകളൊക്കെ അർത്ഥം വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ നമ്മൾ ദ്വാർക്കുന്ന ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അലാ തിലാവത്തി കിതാബിക, അല്ലാഹുവേ നിന്റെ വിശുദ്ധ ഗ്രന്ഥം ഓതാൻ എന്നെ സഹായിക്കണമേ. വകസ്റത്തി ദിക്രിക ലക, നിന്നെ ഒരുപാട് സ്മരിക്കാനും നീ സഹായിക്കണമേ. വസബ്ബിത്നി ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ, അജഞ്ചലമായ വാക്കുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും നീ നിലനിർത്തണമേ, സ്ഥിരപ്പെടുത്തണമേ എന്നർത്ഥം. പിന്നെ വായിൽ വെള്ളം മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ അല്ലാഹുമ്മ റിഹനി റാഹിയത്തുൽ ജന്ന വഅൻത അന്നി റാദിൻ എന്നതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹുവേ സ്വർഗത്തിൻ്റെ പരിമളം കൊണ്ട് നീ എന്നെ മണപ്പിക്കണമേ. വഅൻത റാദിൻ, നീ എന്നെ പരിപൂർണമായ രീതിയിൽ നിന്റെ സംതൃപ്തിയോടുകൂടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവാഹിൻ നാരി വസൂഇദ് ദാർ, എൻ്റെ അർത്ഥം നരകത്തിൽ നിന്നും അതിലെ ദുർഗന്ധങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരു 4 മിനിറ്റിൻ്റെ ക്ലാസ്സാണ്. വളരെ സിമ്പിളായിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.